ഹായ് ഗൈസ്, ഇത് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ഒരു യാത്രയാണ്. എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ്റെ മകൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ അടുക്കലെത്തിയിരുന്നു. ഏകദേശം ഒരു മാസത്തോളം അവൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഇന്നലെ അവനെ കൊണ്ടുവിടാനായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങളിങ്ങനെ നമ്മുടെ ആ കടപ്പാക്കടയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ ഒരു പാലം കയറി ഇറങ്ങി വലത്തോട്ട് തിരിയുന്ന ഭാഗത്താണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡ് കിടക്കുന്നത്. അപ്പോൾ ആ റോഡിൽ കൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് മുൻപോട്ട് വരികയാണ്. അപ്പം ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു സംശയം തോന്നാം. ഞാൻ എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ്റെ മക്കൾ അവർ 3 പേരുണ്ട്. പിന്നെ ഡൽഹിയിൽ നിന്ന് വന്ന സിസ്റ്റർ മകൻ്റെ മകൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവനെ കൊണ്ടുവിടാനായിട്ട് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഈ അടുത്തിടയിൽ ഒരു മനോഹരമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പാർക്കിംഗ് സൗകര്യം നിങ്ങളെ ഒന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. അപ്പോൾ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന, അതായത് വാഹനവുമായിട്ട് വരുന്നവർക്ക് പാർക്കിംഗ് തിരക്കി നടക്കേണ്ട കാര്യമില്ല. വളരെ തുച്ഛമായ നിരക്കിൽ പാർക്കിംഗ് സൗകര്യം നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അധികൃതർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള നഗ്നമായൊരു സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന എൻട്രിയുടെ അവിടെ വന്നു. അതും കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നമുക്ക് മുൻപോട്ട് പോകണം ഈ പാർക്കിംഗ് ലോട്ടിലേക്ക് വരാൻ. അപ്പം നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് ആ മഞ്ഞ ബിൽഡിംഗ്, അതിൻ്റെ അടുക്കലേക്ക് നമ്മൾ പോവുകയാണ്. ആ ബിൽഡിങ്ങാണ് പാർക്കിംഗ് സൗകര്യമായിട്ട് നമുക്കൊരുക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഉള്ള ഒരു പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര ഒരു എമൗണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അത്രയും ഉണ്ടായിരുന്നില്ല. വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടിൽ നമുക്ക് നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് പാർക്കിംഗ് സൗകര്യം. 2 വീലറുകാർക്കും 4 വീലറുകാർക്കും ഒരുപോലെ നല്ല നിലയിൽ, അത് മഴയൊക്കെ പെയ്താലും നമ്മുടെ വാഹനത്തിന് യാതൊരു വിധമായ കേടുപാടുകളോ മറ്റോ ഒന്നും സംഭവിക്കാതെ വളരെ സുരക്ഷിതമായി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഈ ബൈക്കുകാരൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വണ്ടിയും അതുവഴിയായിരിക്കും പോകുന്നതെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയി. പക്ഷേ സെക്യൂരിറ്റി നമ്മളെ കൊണ്ട് റിവേഴ്സ് എടുപ്പിച്ചിട്ട് നേരെ വാഹനം പോകേണ്ട അവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു കാർഡ് തരും, ഒരു വിസിറ്റിംഗ് കാർഡ് പോലെ. അതിൻ്റെ അകത്ത് ടൈമിങ് കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാർഡ് വാങ്ങിക്കുന്നു. അതിനുശേഷം നമ്മുടെ വണ്ടി നമ്പരും സമയമൊക്കെ അവർ കുറിച്ചെടുക്കുന്നു, നമുക്കൊരു ബില്ല് തരുന്നു. അങ്ങനെ നമ്മൾ അവർ 4th ഫ്ലോറിലോട്ട് നമ്മളെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നേരെ നമ്മുടെ 4th ഫ്ലോറിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ഞങ്ങളുടെ ബില്ലിങ്ങും കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചു. ശേഷം നേരെ ഇവിടുന്ന് നമ്മൾ പാർക്കിംഗ് ലോട്ടിലേക്ക് പോവുകയാണ്. വളരെ എന്നാ പറയുന്നത്, അടിപൊളിയായിട്ടാണ് ഈ പാർക്കിംഗ് ലോട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ കണ്ട ഒരു പ്രശ്നം ഉണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ ഒരു നിയമം, നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പാർക്കിംഗ് പ്ലേസ് കിട്ടിയാൽ അവിടെ ശരിയായ നിലയിൽ പാർക്കിംഗ് ചെയ്യാൻ പലർക്കും അറിയില്ല. നമുക്ക് തോന്നിയതുപോലെ പാർക്ക് ചെയ്തിട്ടിട്ട് അവർ പോവുകയാണ്, കണ്ടില്ലേ. അപ്പോൾ എനിക്ക് മേളിലോട്ട് കയറണം, പക്ഷേ എനിക്കിവിടെ തിരിഞ്ഞു കയറാൻ പറ്റത്തില്ല. കാരണം അവിടെ അങ്ങനെ ആ സൈഡിൽ വാഹനം ഇടാൻ പാടില്ല. എങ്കിലും അവർ വാഹനം പാർക്ക് ചെയ്തതുകൊണ്ട് അല്പം റിവേഴ്സ് എടുത്തിട്ട് എനിക്ക് മേളിലോട്ട് കയറേണ്ടി വന്നു. അങ്ങനെ ഞാൻ വീണ്ടും മുകളിലോട്ട് കയറിയപ്പോൾ പലയിടങ്ങളിലും ഞാൻ കണ്ട കാഴ്ച ഇതുപോലെ തെറ്റായ, അതായത് ആ ലൈൻ വിട്ടിട്ട് പലരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ സിസ്റ്റത്തിന് നമ്മുടെ ഇന്ത്യയിൽ
എല്ലായിടത്തും ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കാരണം നമുക്ക് തോന്നിയതുപോലെ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, മറ്റൊരു വാഹനം വരുമ്പോൾ അവർക്ക് ശരിയായ നിലയിൽ അവരുടെ വാഹനത്തെ പാർക്ക് ചെയ്യുവാൻ കഴിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾക്ക് ഇങ്ങനൊരു പാർക്കിംഗ് സൗകര്യം ലഭിക്കുമ്പോൾ ആ ലൈനിൽ നമ്മൾ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീണ്ടും റിവേഴ്സ് എടുക്കേണ്ടി വന്നു. കാരണം അല്പം ആ എക്സിറ്റ് എനിക്കൊന്ന് മാറിപ്പോയി. കാരണം നമ്മൾ ഇവിടെ ആദ്യമായിട്ട് വരികയാണല്ലോ, അപ്പം ഇവിടെ ഒന്ന് മാറിപ്പോയി. അങ്ങനെ വീണ്ടും അതിൻ്റെ 4th ഫ്ലോർ നോക്കി, ഇവിടെ ലൈൻ ആരോസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇതിപ്പം ഞാൻ 2nd ഫ്ലോറിലാണ്. 2nd ഫ്ലോറിൽ നിന്ന് 3rd ഫ്ലോറിലേക്ക് നമ്മുടെ വാഹനം കയറുകയാണ്. വളരെ അടിപൊളിയായിട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ പക്കൽ ഈ വീഡിയോ ഒന്ന് എത്തിക്കാം എന്ന് വിചാരിച്ചു. കാരണം വളരെ മനോഹരമായി നമുക്ക് പണിയപ്പെട്ട് കിട്ടിയ ഒരു പാർക്കിംഗ് സൗകര്യമല്ലേ. അപ്പം മറ്റുള്ളവരും അറിയട്ടെ, ഇതുപോലെ നമ്മളെപ്പോലെ ആരെങ്കിലുമൊക്കെ കൊല്ലത്ത് വരുന്നവരുണ്ടെങ്കിൽ അവർക്കും ഒരു ഇൻഫർമേഷൻ വീഡിയോ ആകട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ളതായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അങ്ങനെ ഞാൻ 3rd ഫ്ലോറിലെത്തി. ഞങ്ങൾ 3rd ഫ്ലോറിൽ നിന്നും അടുത്ത 4th ഫ്ലോറിലേക്ക് യാത്രയാകാം. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ വളരെ ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ വാഹനങ്ങൾ കുറവാണ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. എങ്കിലും അവർ നമുക്ക് തന്നിരിക്കുന്ന കാർഡിൻ പ്രകാരം 4th ഫ്ലോർ ആയതുകൊണ്ട് നമ്മൾ 4th ഫ്ലോറിലോട്ട് പോകാം. അങ്ങനെ 4th ഫ്ലോറിലോട്ട് പോകാനായിട്ടുള്ള വഴിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് 4th ഫ്ലോറിലോട്ട് പോകാനായിട്ടുള്ള വഴി കിട്ടി. അങ്ങനെ ലാസ്റ്റ് ഫ്ലോറിലോട്ട് കയറുകയാണ് നമ്മുടെ വാഹനം. അപ്പോൾ ആദ്യം വരുന്നവർക്കൊരല്പം കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകും, സാരമില്ല. എങ്കിലും അവിടെ അതിൻ്റെ സിഗ്നൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ പോയാൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ 4th ഫ്ലോറിൽ എത്തി. 4th ഫ്ലോറിലെത്തി. ഇനി വാഹനം ഇവിടെ സൗകര്യപ്രദമായ ഒരിടത്ത് പാർക്കിങ്ങിനായിട്ട് കയറ്റുകയാണ്. അപ്പോൾ എനിക്കിവിടെ ഇങ്ങനൊരു പാർക്കിംഗ് പ്ലേസ് കിട്ടി. ഞാൻ അവിടേക്ക് എൻ്റെ വണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ.